Mamma's dishwash liquid. Soft on hands. കേരളക്കര ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയും ആക്ടിവിസ്റ്റുകളായ ദിയാസനയും ശ്രീലക്ഷ്മി അറക്കിലും ചേർന്ന് വിജയ് പി നായർ എന്ന വ്യക്തിയെ കയ്യേറ്റം ചെയ്ത കാര്യം. ഈ വാർത്ത ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വന്നത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്ന വസ്തുതയാണ്. എന്നാൽ ഈ സ്ത്രീകൾ ഇങ്ങനെ പ്രതികരിക്കാനിടയായ വീഡിയോ എന്താണ് എന്ന് നോക്കിയപ്പോഴാണ് ആ തെറ്റിദ്ധാരണ മാറിയത്. ഒരു യൂട്യൂബ് ചാനൽ തുറന്ന് അതിലൂടെ നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെമിനിസ്റ്റുകൾക്ക് അടിവസ്ത്രം ധരിക്കാൻ സമയമില്ല എന്നും ഫെമിനിസ്റ്റുകളെല്ലാം വേശ്യകളാണ് എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. ഒരു വേശ്യയും ഒറ്റയ്ക്ക് വ്യഭിചരിക്കാറില്ല എന്ന കാര്യം ഇനിയെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും. ഈ വിഷയം ഇന്നലെ തന്നെ വളരെയധികം ചർച്ച ചെയ്തതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പദമായ ഫെമിനിസം എന്ന വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് ആക്ടിവിസ്റ്റായ രഹന ഫാത്തിമ തന്റെ അർദ്ധനഗ്ന ശരീരത്തിൽ തന്റെ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ച സംഭവം. അതിലവർ നിയമ നടപടിയും നേരിടുന്നുണ്ട്. ഇതിനുശേഷം വളരെയധികം അഭിനന്ദനം ലഭിച്ച മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്. ഒരച്ഛൻ തന്റെ അർദ്ധനഗ്ന ശരീരത്തിൽ തന്റെ മകളെ കൊണ്ട് പുലിക്കളിയുടെ ചായമിടിയിക്കുന്ന ദൃശ്യം. ഒരേ ആശയമുള്ള ഈ രണ്ട് ദൃശ്യങ്ങളോടും സംഭവങ്ങളോടും നമ്മുടെ സമൂഹം പ്രതികരിച്ചത് രണ്ട് തരത്തിലാണ്. സമൂഹത്തിന്റെ ഈ ചിന്താഗതി തെറ്റാണ് എന്ന് പറയുന്നവരാണ് ഫെമിനിസ്റ്റുകൾ. ഫെമിനിസ്റ്റ് എന്ന പദം സ്ത്രീക്കായി പതിച്ചു നൽകിയ പട്ടമൊന്നുമല്ല. സ്ത്രീകൾക്കെതിരെയുള്ള നീതി നിഷേധത്തിനെതിരെ, സ്ത്രീകൾക്കുള്ള തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും ഫെമിനിസ്റ്റുകളാണ്. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നല്ല, മറിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണുള്ളത് എന്ന് പറയുന്നവരാണ് ഫെമിനിസ്റ്റുകൾ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ആർക്കെങ്കിലും ഫെമിനിസ്റ്റ് എന്ന പട്ടം ചാർത്തി കൊടുക്കാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ ഫെമിനിസ്റ്റുകൾ ജാത്തിയില്ലാത്തത്? അപ്പം പെട്ടെന്ന് തങ്കപ്പൻ കതവ് തുറന്ന് അകത്ത് കയറിയപ്പം കണ്ട കാഴ്ച ഈ പറഞ്ഞ മഹതിയെ, അതായത് ഇന്നത്തെ ഫെമിനിസ്റ്റായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മതിലിൽ ചാടി നിർത്തിക്കൊണ്ട് ഈ ചുമരം തങ്ങിന്നു. ഇതൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല, പ്രതികരിക്കുന്ന സ്ത്രീകളെ വേശ്യകളാണ് എന്ന് മുദ്രകുത്തുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല എന്നതാണ് വാസ്തവം. സ്ത്രീകൾ അടിച്ചതിനെ എതിർക്കുന്നവരോട്, സ്ത്രീകൾ പരസ്യമായി നിയമം കയ്യിലെടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെ നിയമവ്യവസ്ഥയാണ്. പിന്നെ അടിച്ചത് സ്ത്രീകളായതുകൊണ്ട് മാത്രം എതിർക്കുന്നവരുമുണ്ട്. അത് ചെയ്തത് പുരുഷന്മാരായിരുന്നുവെങ്കിൽ ഒരു താര പരിവേഷം തന്നെ ലഭിച്ചേനെ. ഇനി ആൺ സമൂഹത്തിന് അപമാനമായ ആളെ അടിക്കുമ്പോൾ ഈ സ്ത്രീകൾ വീട്ടിലുള്ള സ്ത്രീകളെ വളരെ മോശമായി തെറിവിളിക്കുന്നു എന്ന് പറഞ്ഞ് ആശങ്ക പങ്കുവയ്ക്കുന്നവരോട്, സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുകയും ശരീരഭാഗങ്ങളെ പച്ചത്തെറിയായി പ്രയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് ആ പദങ്ങൾ പ്രയോഗിച്ച സ്ത്രീകൾ വീണ്ടും തെറ്റുകാർ. കഷ്ടം തന്നെയാണ്. എന്നാലും ഭാഗ്യലക്ഷ്മിയുടെയും കൂട്ടരുടെയും പദപ്രയോഗങ്ങൾ ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണുള്ളത്. പ്രതികരിച്ച സ്ത്രീകളുടെ ജീവിത രീതികളെക്കുറിച്ച് സംസാരിക്കുന്നവരോട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അവർ പ്രതികരിച്ച വിഷയമാണ് ഇവിടെ പ്രധാനപ്പെട്ടത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. പ്രതികരണങ്ങളെ ഭയപ്പെടുന്നത് തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ്. നാളെ എനിക്കും ഈ അവസ്ഥ വന്നേക്കാം എന്ന് തോന്നുന്നവരാണ് ഇത്തരം പ്രതികരണങ്ങളെ ഭയപ്പെട്ട് പ്രതികരിക്കുന്നവരുടെ വായ അടപ്പിക്കാൻ നോക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിച്ച സ്ത്രീകൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. എന്നാൽ പ്രതികരിച്ച രീതികൾ എല്ലാം അംഗീകരിക്കാൻ സാധിക്കുന്നതുമല്ല. തെറ്റായ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നതും നിലപാടുകൾ വ്യക്തമാക്കുന്നതും ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അവർ അത് അർഹിക്കുന്നുണ്ടോ എന്നത് രണ്ടാമത്തെ വിഷയം. വിജയ് പി നായറിനെ 3 സ്ത്രീകൾ കയ്യേറ്റം ചെയ്ത വിഷയത്തിൽ അയാൾ അത് അർഹിക്കുന്നുണ്ട് എന്നതാണ് നിലപാട്. പ്രതികരിക്കുന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന പാത കൂടി പിന്തുടരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.